92 സങ്കീർത്തനം വളരെ അനുഗ്രഹീതമായ സങ്കീർത്തനമാണ്. എല്ലാ വാക്യങ്ങളും പല സന്ദർഭങ്ങൾ നമ്മൾ ശുശ്രൂഷിച്ചിട്ടുള്ളതാണ്. എങ്കിലും അതിൻ്റെ 3-ാമത്തെ വാക്യം, രാവിലെ നിന്റെ ദയയെയും രാത്രി തോറും നിന്റെ വിശ്വസ്തതയെയും വർണ്ണിക്കുന്നത് നല്ലത്. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവ പൈതലിനോടുള്ള ദൈവാത്മാവിൻ്റെ ആലോചനയാണ്, നീ രാവിലെയും വൈകിട്ടും ദൈവത്തിൻ്റെ ദയയെക്കുറിച്ച് വർണ്ണിക്കണം. ഞാൻ രാവിലെ ഉണർന്നത് ദൈവത്തിൻ്റെ ദയയാണ്. ഞാൻ വൈകുന്നിടം വരെ അപകടമൊന്നുമില്ലാതെ ആരോഗ്യത്തോടെ ജീവിച്ചത് ദൈവത്തിൻ്റെ ദയയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ രാവിലെയും വൈകിട്ടും ഒരു ദൈവത്തിൻ്റെ പൈതലിന് വർണ്ണിക്കാനുള്ളത് ദൈവത്തിൻ്റെ ദയയും ദൈവത്തിൻ്റെ വിശ്വസ്തതയുമാണ്. നമ്മളിൽ പലരും നാം അറിഞ്ഞോ അറിയാതെയും പല കാര്യങ്ങളിൽ അവിശ്വസ്തരായിരിക്കുമ്പോൾ ഒരിക്കൽ പോലും അവിശ്വസ്തത കാണിക്കാത്ത ഒരാൾ നമ്മുടെ ദൈവമാണ്. അവൻ ഒരിക്കലും നമ്മളോട് അവിശ്വസ്തത കാണിക്കാതെ എന്നും വിശ്വസ്തനായി നമ്മെ പരിപാലിക്കുന്നത് കൊണ്ട് നമ്മൾ നിരന്തരം രാവിലെയും വൈകിട്ടും അവൻ്റെ ദയയും അവൻ്റെ വിശ്വസ്തതയും വർണ്ണിക്കണം. ഇസ്രായേലിന് പറ്റിയ ഏറ്റവും വലിയ പരാജയമെന്ന് പറയുന്നത് അവർ പലപ്പോഴും ദൈവത്തിൻ്റെ ദയ മറന്നുപോയി എന്നുള്ളതാണ്. നിങ്ങൾ സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. സംഖ്യാപുസ്തകം 14-ാം അധ്യായം 11-ാം വാക്യം. യഹോവ മോശയോട് നിങ്ങൾ ആ വാക്യം എല്ലാവരും കണ്ടോ? ദൈവദാസി ഒന്നുകൂടെ ആ വാക്യം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കും. ശ്രദ്ധയോടൊന്ന് കേട്ടേ. യഹോവ മോശയോട് രാവിലെ തോറും മന്ന കൊടുത്തു, മരുഭൂമിയിൽ കുടിക്കാൻ വെള്ളം കൊടുത്തു, കഴിക്കാൻ കാടയിറച്ചി കൊടുത്തു, പകലിൽ മേഘം സ്തംഭമായി നിന്നു, രാത്രിയിൽ അഗ്നി തൂണായി നിന്നു, കൈപ്പേറിയ മാറയെ മധുരമാക്കി, അടഞ്ഞ ചെങ്കടലിലെ വഴി തുറന്നു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അവരുടെ കാലിൽ ചെരുപ്പ് പഴകാതെ സൂക്ഷിച്ചു, വസ്ത്രം പഴകാതെ സൂക്ഷിച്ചു. ഒരു ബലഹീനൻ പോലും അവരുടെ ഇടയിൽ ഇല്ലായിരുന്നു. എന്നിട്ടും അവർ പലപ്പോഴും ദൈവത്തെ നിരസിച്ചു. പ്രൈസ് ദി ലോർഡ്. ഞാൻ അവരുടെ മധ്യേ ചെയ്തിട്ടുള്ള അടയാളങ്ങളൊക്കെയും കണ്ടിട്ടും പ്രൈസ് ദി ലോർഡ് വിശ്വസിക്കാത്ത ഒരു തലമുറ. പ്രൈസ് ദി ലോർഡ്. വാക്യം കാണാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയുന്നു. സംഖ്യാപുസ്തകം 14-ാം അധ്യായം 11-ാമത്തെ വാക്യമാണ് വായിച്ചത്. ഇപ്പോഴും തപ്പുന്നത് കണ്ടുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. ശ്രദ്ധിച്ചിരുന്നാൽ നമുക്കത് കേൾക്കാം. ഞാൻ 2-3 പ്രാവശ്യം വാക്യം പറഞ്ഞായിരുന്നു, എങ്കിലും ഒന്നുകൂടെ നിങ്ങളത് കണ്ടല്ലോ. 14-ാം അധ്യായത്തിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. ഇസ്രായേൽ മക്കളിൽ നിന്ന് സെലക്ട് ചെയ്തൊരു 12 പേരെ തിരഞ്ഞെടുത്ത് ദൈവം അവർ കൊടുക്കാൻ പോകുന്ന വാഗ്ദത്ത കനാനെന്ന് ഇവർ കേട്ടിട്ടേ ഉള്ളൂ, ഇവർ കണ്ടിട്ടില്ല. കാരണം കനാനിൽ വെച്ചല്ല ഇവരാരും ജനിച്ചത്. കനാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ വെറും 75 പേരേ ഉള്ളൂ. ആ 75 പേരെ വർദ്ധിപ്പിച്ച് 600,000 വരുന്ന വലിയ പുരുഷാരമായി മാറി. എങ്കിലും ആ തലമുറയൊന്നും കനാൻ കണ്ടിട്ടില്ല.
പിതാക്കന്മാർ കേട്ടിട്ടേ ഉള്ളൂ. നമ്മുടെ പിതാവായ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും വാഗ്ദത്തം ചെയ്ത പാലും തേനും ഒഴുകുന്ന കനാനെക്കുറിച്ച് അവർ കേട്ടിട്ടേ ഉള്ളൂ. കേട്ടിട്ടുള്ള കനാനിലേക്ക് പോകാനായി പോകുന്ന വഴിമധ്യത്തിൽ അവരിൽ നിന്ന് സെലക്ട് ചെയ്ത ഒരു ഗ്രൂപ്പിനെ തിരഞ്ഞെടുത്ത് മോശ എവിടേക്ക് അയച്ചു? കനാനിലേക്ക് അയച്ചു. ഒരല്ലേലൂയ പറഞ്ഞാട്ടെ. അവർ കനാനിൽ ചെന്ന് കനാൻ്റെ അനുഭവങ്ങളെ കണ്ട് ചില അനുഭവങ്ങളും കൊണ്ട് തിരിച്ചു വന്നു. ഒന്നുകൂടെ സ്തോത്രം പറയണം. അവർ കനാനിൽ ചെന്നു, കനാനിലെ അനുഭവങ്ങളെ കണ്ട ചിലത് കൊണ്ടുവന്നു. പോയത് ഒന്നുമില്ലാതെ തിരിച്ചു വന്നത് കൈ നിറയെ ആ കനാനിലെ അനുഭവങ്ങളുമായിട്ടാണ്. ആരാധനയ്ക്ക് വന്നവൻ രാവിലെ വെറും കൈയോടെ വന്നാലും മടങ്ങുമ്പോൾ കനാന്റെ അനുഭവങ്ങളുമായിട്ട് വേണം അവൻ മടങ്ങിപ്പോകുവാൻ. സന്തോഷമുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. 2 പേര് മുൻപിൽ നടന്നിട്ട് അവരുടെ തോളത്ത് വെച്ച ഒരു കമ്പിൽ കെട്ടിത്തൂക്കിയ ഒരു മുന്തിരിക്കൊല അവർ ഈ നടന്നു വന്ന വഴി മുഴുവൻ തിന്നിട്ടും തീരാതെ കൊണ്ടുവന്നതുപോലെ ഫലഭൂയിഷ്ടമായ ഒരു ദേശം. അത് കണ്ട് തിരിച്ചു വന്നവരോട് മോശ റിപ്പോർട്ട് ചോദിച്ചപ്പോൾ 10 പേർ ഒന്നിച്ചു പറഞ്ഞു, വളരെ മനോഹരമായ ദേശമാണ്, വളരെ മനോഹരമായ ദേശമാണ്. പക്ഷെങ്കിൽ അവിടെ പാലുണ്ട്, തേനുണ്ട്, നല്ല മുന്തിരിയുണ്ട്, ആപ്പിളുണ്ട്, മാതളനാരകമുണ്ട്, ഈന്തപ്പനയുണ്ട്, അതേപോലെ അത്തിയുണ്ട്, ആ ഒലിവ് വൃക്ഷമുണ്ട്. എല്ലാം പറഞ്ഞെങ്കിലും ഇതൊന്നും നമുക്ക് അത്ര ഈസി ആയിട്ട് കൈവശപ്പെടുത്താൻ കഴിയത്തില്ല. ഒരല്ലേലൂയ പറഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്. ചിലരൊക്കെ ഈ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഭയങ്കര അതിശയോക്തിയോട് പറയാറുണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ അടുക്ക് വന്ന ഒരാൾ പറഞ്ഞു, പാസ്റ്ററെ പ്രത്യേകം പ്രാർത്ഥിക്കണം, 10 ലക്ഷം പേരിൽ ഒരാൾക്കുണ്ടാകുന്ന രോഗമാണ് വന്നേക്കുന്നതെന്ന് പറഞ്ഞു. ഒരു ക്രെഡിറ്റ് പോലാണ്. സ്തോത്രം. 10 ലക്ഷം പേരിൽ ഒരാൾക്കുണ്ടാകുന്ന രോഗമാണ് വന്നേക്കുന്നത്. ഡോക്ടർമാരെല്ലാം പറഞ്ഞത് രക്ഷപ്പെടാൻ യാതൊരു സാധ്യതയില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് പാസ്റ്റർ പ്രത്യേകം രക്ഷപ്പെടാൻ സാധ്യതയില്ലെന്നും 10 ലക്ഷം പേരിൽ ഒരാൾക്ക് വരുന്നതാണ്, പിന്നെ നമ്മളോട് വന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ പുറത്ത് നിന്ന് പറഞ്ഞ അഭിപ്രായങ്ങൾ. ആളകത്ത് കിടക്കുന്നേ ഉള്ളൂ. ഈ പുള്ളിക്കാരത്തി പുറത്ത് നിന്നപ്പോൾ ആരാണ്ടൊക്കെ പറഞ്ഞ അഭിപ്രായങ്ങൾ കേട്ട് വന്ന് പറയുകയാണ്, 10 ലക്ഷം പേരിൽ ഒരാൾക്ക് വന്നേക്കുന്ന അസുഖം എനിക്ക് വന്നെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഒരു 2 നില വീടും 10 ഏക്കർ തോട്ടവും മേടിച്ചപ്പോഴുള്ള ഗമേല നമ്മളോട് പറയുന്നത് ഏതാണ്ട് വന്നെന്നുള്ളത്. എൻ്റെ കുഞ്ഞെ, നീ ഈ ദുഷ്ടം ചെയ്യുന്ന കാര്യത്തെ വലുതാക്കല്ലേ. പിശാച് വരുത്തുന്ന കെടുതികളെ നീ പറഞ്ഞങ്ങ് പെരുപ്പിക്കല്ലേ. നീ അതിനെയൊക്കെ നിസാരവൽക്കരിക്കണം. ഒരു ചെറിയ അസുഖമുണ്ട്, അസാധാരണമായ രോഗമാണെന്നാണ് പറയുന്നത്, എങ്കിലും ദൈവമക്കൾ സഭയായിട്ടുണ്ടല്ലോ, പ്രാർത്ഥിച്ച വിടുതൽ കിട്ടും എന്നൊന്ന് പറഞ്ഞ് നീ അതിനെ മേൽ ചെയ്യാമെടുക്കണം. ഇന്ന് പകൽ ഒരു കേടുകളെ നീ പറഞ്ഞു വലുതാക്കരുത്. ഹല്ലേലൂയ. ദൈവത്തെ അവിശ്വസിച്ച ജനം, ദൈവം എന്താ പറഞ്ഞത്? അവിടെ കുടിയിരിക്കുന്ന ജാതീയ ശക്തികളെ ഞാൻ നീക്കും. അത് നിന്റെ കൈക്കരുത്ത് കൊണ്ടല്ല, ഒരല്ലേ പറഞ്ഞേ, നിന്റെ മസിൽ പവർ കൊണ്ടല്ല, നിന്റെ സൈന്യത്തിന്റെ ശക്തിയല്ല. ഞാൻ അവരെ തകർക്കും, എന്നിട്ട് ആ ദേശം ഞാൻ നിനക്ക് തരും. അളവ് നൂല് ഞാൻ മനോഹര ദേശത്ത് പിടിക്കും, നല്ലൊരു അവകാശം നിനക്ക് തരും എന്ന് പറഞ്ഞ് വിളിച്ചിറക്കിയത് ദൈവമാണ്. ഹല്ലേലൂയ. പക്ഷെ ഇവര് എന്ന് പറയാണ് സംഗതിയൊക്കെ നല്ലതാണ്, പാലുണ്ട്, തേനുണ്ട്, ഫലമൊക്കെ ഉണ്ട്. പക്ഷേ അവിടുത്തെ ആളുകള് അനാഖ്യമല്ലന്മാരാണ്. അവർ വലിയ രാക്ഷസന്മാരെ പോലെയാണ് ഇരിക്കുന്നത്. അവരുടെ വലിപ്പമൊന്നും പറയാൻ ഞങ്ങളെ കൊണ്ടുവന്നു. പക്ഷെ ഞങ്ങൾ അവരുമായിട്ട് താരതമ്യപ്പെടുത്തിയപ്പോൾ അവരുടെ മുമ്പിൽ ഞങ്ങള് ഒരു വെട്ടുക്കിളിയെ പോലെ, ഒരല്ലിയെ പറഞ്ഞ് ഫ്രൈസലോ, സ്വയം വിലയിരുത്തുക. എനിക്ക് എത്ര പവറുള്ളൂ ഒരു വെട്ടുക്കിളിയുടെ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? പ്രൈസലോ. സൈന്യങ്ങളുടെ യഹോവ നിന്റെ കൂടെ ഉണ്ട്. ആ ദൈവം നിന്റെ കൂടെ ഉള്ള നീ പറയാണ് ഞാൻ വെട്ടുക്കിളിയാ. പിശാചിനെ സേവിക്കുന്ന അവൻ വലിയവനാ. നീ ഇന്ന് പോലെ ശത്രുവിനെ വലുതാക്കരുത്. ആത്മാവിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിന്റെ പ്രതിയോഗിയല്ല വലുത്, നിന്റെ മേൽ പകർന്ന അഭിഷേകമാണ് വലുത്. ഓ, വിശ്വസിക്കുന്നവർ ദൈവത്തെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ. മോശ ഇതാണോ ചോദിച്ചേ? മോശ ചോദിച്ചപ്പോൾ ദേശം എങ്ങനെയുണ്ട്?
നല്ല ദേശമൊക്കെയാണോ? ഞങ്ങളാരും കണ്ടിട്ടില്ല, നിങ്ങൾ കണ്ടോര് പറ. ഓണമൻ ദേശം നല്ലതാ, പക്ഷേ നമുക്കൊരിക്കലും അത് പിടിച്ചെടുക്കാൻ കഴിയത്തില്ല. അത്ര ശക്തന്മാരാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ അതിനകത്ത് അതിൻ്റെ 6ാമത്തെ വാക്യം ഒന്ന് വേഗം ഒന്ന് വായിച്ചേ. ദേശത്തെ 14:6. രാവിലെ ഒന്ന് പറഞ്ഞേ, എന്നോട് എൻ്റെ ദൈവം പറഞ്ഞേക്കുന്ന വാഗ്ദത്തം നല്ലതാണെന്ന് പറഞ്ഞു. ഒന്ന് വാഗൊണ്ട് പറഞ്ഞു, അല്ലെലിയ പറയാൻ ഞാൻ പറഞ്ഞില്ല. എന്നോട്, എൻ്റെ കുടുംബത്തോട്, എൻ്റെ തലമുറയോട് എൻ്റെ ദൈവം പറഞ്ഞ വാഗ്ദത്തം നല്ലതാ. നല്ലതെന്ന് പറഞ്ഞേ, നല്ല ദേശമാണെന്ന് പറഞ്ഞേ, നല്ല വാഗ്ദത്തമാണെന്ന് പറഞ്ഞേ. ദൈവം അഴുക്കൊന്നും തരത്തില്ല. ഭക്തൻ പറയുന്നു, യോശുവയും കാലേബും പറഞ്ഞു നല്ല ദേശമാണ്. 2 പറയാണ്, ആ ദേശം ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് തരും. ഇന്ന് രാവിലെ പറയണം എല്ലാവരും, ചുമ്മാ കയ്യും കൊട്ടി പാടിയിട്ട് പോകല്ല. ഇന്ന് രാവിലെ നീ പറയണം, ആ ദേശം എൻ്റെ ദൈവം എനിക്ക് തരും, ആ വാഗ്ദത്തം എൻ്റെ ദൈവം എനിക്ക് തരും, ആ അനുഗ്രഹം എൻ്റെ ദൈവം എനിക്ക് തരും. വിശ്വസിക്കുന്നവർ മാത്രമേ കരമടിച്ച് രാവിലെ ആരാധിക്കാവുള്ളൂ. എൻ്റെ ദൈവം അത് തരും. എങ്ങനെ തരും? അവിടെ വിഷയം. രാവിലെ പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രാർത്ഥനയിൽ ദൈവം പ്രസാദിക്കണം. നിന്റെ ആരാധനയിൽ ദൈവം പ്രസാദിക്കണം. നീ ആലയത്തിൽ വന്ന് അർപ്പിക്കുന്ന യാഗത്തിൽ ദൈവം പ്രസാദിക്കണം. ഞങ്ങളുടെ ദൈവം ഞങ്ങളിൽ പ്രസാദിക്കുന്നുവെങ്കിൽ അത് ഞങ്ങൾക്ക് തരും. ഇന്ന് രാവിലെ ഉറപ്പ് പ്രാപിച്ചോണം, ഞാൻ വന്നത് ആരെയെങ്കിലും പ്രസാദിപ്പിക്കാനല്ല, ഞാൻ വന്നത് എൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കാനാ. ഹല്ലേലൂയ. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവൻ വാ പൂട്ടിയിരിക്കത്തില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവൻ അന്യചിന്തയോടിരിക്കത്തില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവൻ പരമാർത്ഥതയോടെ ദൈവത്തെ ആരാധിക്കും. ദൈവത്തെ ആരാധിക്കുന്നവന് നല്ല ദൈവം വാഗ്ദത്തങ്ങളെ കയ്യിൽ തരും. യോശുവ പറഞ്ഞു നല്ല ദേശമാണ്, ദൈവം ഞങ്ങൾക്ക് തരും. പക്ഷെ ഒരു കണ്ടീഷൻ, യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന നമുക്ക് ആ ദേശം തരും. എല്ലാവരും പറഞ്ഞേ, ദൈവം ആ വാഗ്ദത്തം തരും. ദൈവം ആ വഴി തുറക്കും. ദൈവം ആ ശൂന്യത മാറ്റും. ദൈവം ആ വിവാഹം നടത്തും. ദൈവം ഒരു തലമുറയെ തരും. നീ ഇന്ന് രാവിലെ പറ, തരുമെന്ന് പറ. അല്ലല്ലോ, നീ രാവിലെ നെഗറ്റീവായ കാര്യങ്ങൾ പറയാതെ, ജനത്തിന്റെ മനസ്സിടിക്കുന്ന കാര്യങ്ങൾ പറയാതെ, ഇന്ന് രാവിലെ ദൈവത്തിനെ പ്രസാദിപ്പിക്കുന്ന ഹല്ലേലൂയ. പലരും ആരാധനയ്ക്ക് വരുന്നു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. പലരും വന്നിട്ട് എന്ത് ചെയ്യുന്നത്, ദൈവത്തെ ആരാധിക്കുന്നൊന്നും ഇല്ല. അവർ മറ്റ് പല ബിസിനസ്സിലോ പല പ്രോഗ്രാമിലോ ഒക്കെ ആയിട്ട് അവരിങ്ങനെ 12 പേരെയൊക്കെ കടിച്ച്, 12 ഇല്ല 11:30 തന്നെ അവർ സ്വോത്രകാഴ്ച ഇട്ട് ഇറങ്ങിപ്പോവും. ലീഡേഴ്സ് ഇറങ്ങിപ്പോന്നെ അവർ മാതൃക കാണിക്കും, പുറകെ പിള്ളേരെല്ലാം കൂടെ പോകും. അവർ ആ സ്വോത്രകാഴ്ചയുടെ നോക്കിയിരിക്കുകയാണ് ഇറങ്ങിപ്പോനായിട്ട്. അവരിറങ്ങിപ്പോൾ കണ്ണ് കാണിക്കും, അമ്മമ്മ പുറകെ ഇറങ്ങും, കൊച്ചിനെ പുറകെ കാണിക്കും, അങ്ങനെ ഇറങ്ങി അങ്ങ് പോവാം. അവർ പോകുന്ന പുറകെ ലൈനായിട്ട് എല്ലാവരും കൂടെ പോകും. നിങ്ങൾക്ക് ഈ ആശീർവാദം വരെ ഇരിക്കാൻ വയ്യ, വരാതിരിക്കുന്നത് നല്ലതെന്ന് എൻ്റെ അഭിപ്രായം. നമ്മൾ 9 12 ആശീർവാദം പറയുമല്ലോ. നീ എവിടെ പാനേ പരവേശം പിടിക്കുന്നേ? നീ അങ്ങോട്ട് തന്നെ സാധിക്കാനാ? ഞായറാഴ്ച നീ ഒരു 3 മണിക്കൂർ അങ്ങ് മാറ്റിവെക്ക്. ബാക്കി 7 ദിവസം മൊത്തം ടൈം നീ എന്തെങ്കിലുമൊക്കെ ചെയ്യേ. പക്ഷെ നീ ആരാധിക്കപ്പെടുന്ന സമയം ആശീർവാദത്തോടെ പോ. അഭിഷക്തൻ ആശീർവാദം പറയുന്ന കേട്ടേച്ചു പോ. അത് നിനക്കൊരു അനുഗ്രഹമല്ലേ?
നല്ല ഹല്ലേലൂയ പറയുന്നത് പകൽക്കാലം. നീ പരമാർത്ഥതയോടെ സേവിക്കുന്നെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കണം. നീ വരുന്നത് മറ്റാരെങ്കിലും പ്രസാദിപ്പിക്കാനല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കാനാ. സന്തോഷമുള്ളവര് മാത്രം ആ കരമൊന്ന് ചേർത്തടിച്ച് പ്രൈസ് ദി ലോർഡ്. കുഞ്ഞ്, നിന്നെ ദൈവം തെരഞ്ഞെടുത്ത് ഈ സഭയിലകത്ത് കൊണ്ടുവന്നേക്കുന്നത്, നിന്നെക്കാട്ടി പേഴ്സണാലിറ്റിയുള്ള, പണമുള്ള, യോഗ്യതയുള്ള എത്രയോ പേര് ഇവിടെ ഉണ്ട്. അവരെ ഒന്നും ദൈവം വിളിച്ചില്ല, അവരെ ഒന്നും ദൈവം തിരഞ്ഞെടുത്തില്ല. അവരെയൊക്കെ വിളിച്ചപ്പം വിളി നിഷേധിച്ചോരാ. പക്ഷെ നിന്നെ അർഹതയില്ലാതെ വേലിക്കരികിലും ചന്തസ്ഥലത്തും വഴിയിലും ഒക്കെ നിന്നപ്പോൾ നിന്നെ വിളിച്ചു കയറ്റിയതാ ഈ വിരുന്നനുഭവിക്കാൻ. വിളിച്ചു കയറ്റി നീ ഇന്ന് പകൽക്കാലം ദൈവത്തോട് പൂർണ്ണമായ നന്ദിയുള്ളവരായിരിക്കണം. രാവിലെ തോറും അവൻ്റെ ദയയും രാത്രി തോറും അവൻ്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്നവരായി മാറുവാൻ. ഓ, നമ്മെ വിളിച്ചത് സഭയ്ക്കകത്ത് ഗ്രൂപ്പ് ഉണ്ടാക്കാനല്ല, നമ്മെ വിളിച്ചത് സഭയ്ക്കകത്ത് പക്ഷം പിടിക്കാനല്ല, നമ്മെ ഏതെങ്കിലും സ്ഥാനത്താക്കിയേക്കുന്നത് ഉപദേശിയെ മാറ്റാനല്ല, സഭ പൊളിക്കാനല്ല. നിന്നെ വിളിച്ചേക്കുന്ന ദൈവത്തെ പ്രസാദിപ്പിക്കാനാ. ചിലരുടെ ധാരണ എന്നെ ആ സ്ഥാനത്ത് ആക്കിയത് ഉപദേശിയെ മാറ്റാനാ, എന്നെ ആ സ്ഥാനത്താക്കിയത് ഗ്രൂപ്പ് ഉണ്ടാക്കാനാ. ഒന്നുമല്ല കുഞ്ഞെ, നിന്നെ ആക്കിയേക്കുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കാനാ. നീ ഇന്ന് പകൽക്കാലം ഇവിടെ വന്നിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാതെ പോകരുത്. ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ ഒരു വാഗ്ദത്തം ഉറപ്പാണ്, ദൈവം നിനക്കത് തരും. വിശ്വസിക്കുന്നവർ മാത്രം ഹല്ലേലൂയ കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. നീയായിട്ട് ദൈവത്തിൽ നിന്നൊരു ശാപം ഏറ്റുവാങ്ങാതെ ദൈവത്തിന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങുവാൻ. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞത്, നിനക്കായി തന്നെ നീ ദോഷമൊന്നും ചെയ്യല്ല, നീയായിട്ട് നിന്റെ തലമുറയ്ക്ക് ദോഷമൊന്നും ചെയ്യല്ല. നീ വന്ന് അനുഗ്രഹം പ്രാപിച്ചോണം, ചോദിച്ചു മേടിച്ചോണം. വാഗ്ദത്തം നിനക്കുണ്ട്. വിളിച്ചു കയറ്റിയത് വാഗ്ദത്തം തരാനാ, വിളിച്ചു കയറ്റിയത് വിരുന്ന് തരാനാ, വിളിച്ചു കയറ്റിയത് അനുഗ്രഹം തരാനാ, വിളിച്ചു കയറ്റിയത് വാഗ്ദത്ത കനാനി കൊണ്ടുപോകാനാ. നീ ഇന്ന് പകൽക്കാലം പറ, എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്. രാവിലെ തോറും അവന്റെ ദയ, രാത്രി തോറും അവന്റെ വിശ്വസ്തത വലുതാന്ന് പറയാൻ കരുത്തുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. നീ മറ്റൊന്നും ആരാധനയിൽ ചിന്തിക്കരുത്. ഇവിടെ എന്താ സംഭവിച്ചത്? ഒന്ന് വായിച്ച് 8-ാമത്തെ വാക്യം. യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ ഹലോ, ദേശം തരും, പക്ഷെ നീ എന്ത് ചെയ്യരുത്? യഹോവയോട് മത്സരിക്കരുത്. മത്സരികൾ ആരായാലും അവൻ വരണ്ട ദേശത്ത് പാർക്കും. അവൻ്റെ കുടുംബത്തിൽ നന്മ വരത്തില്ല, വരൾച്ചയെ വരത്തുള്ളൂ. നീ ദൈവത്തോട് എന്ത് ചെയ്യരുത്? മത്സരിക്കരുത്. ഇന്ന് പകൽക്കാലം വന്നവർ മത്സരിക്കാതെ ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് ദൈവം നിന്റെ കൂടാരത്തിൽ അനുഗ്രഹത്തിൻ്റെ മാരി പെയ്യിക്കുന്നത്. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. നിങ്ങൾ അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. ഇങ്ങോട്ട് നോക്കിക്കേ, എത്ര പേർക്ക് ഉറപ്പുണ്ട് യഹോവ നമ്മോട് കൂടെ ഉണ്ട്? പറഞ്ഞേ, യഹോവ നമ്മോട് കൂടെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പിശാചിനെ ഭയപ്പെടത്തില്ല, പ്രതിയോഗിയെ ഭയപ്പെടത്തില്ല, ശത്രുവിനെ ഭയപ്പെടത്തില്ല. വിളിച്ചത് ദൈവമാണ്, വിളിച്ചിറക്കിയത് ദൈവമാണ്, കഴുകിയത് പുത്രന്റെ രക്തം കൊണ്ടാണ്, തന്നത് പുത്രത്തിന്റെ അവകാശമാണ്, പ്രാപിച്ചത് പുത്രത്തിന്റെ ആത്മാവിനെയാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഭയപ്പെടാതെ ദൈവത്തെ ആരാധിപ്പാൻ. ഓ റബ ശംദര രഗമന. ഹല്ലേലൂയ. ഈ 1-2 വാക്കിന്റെ വേഗം വായിച്ചു. അവരുടെ ശരണം ഇവർ കണ്ടേക്കുന്നത് വലിയ അമാലിക്യ മല്ലന്മാരെ, അനാക്യ മല്ലന്മാരെ, അതികായന്മാർ. 9.5 അടി നീളമുണ്ട് അവരുടെ കട്ടിലിന്, അവരുടെ മഞ്ചത്തിന് 9.5 അടി നീളമെന്ന് എഴുതി വെച്ചിരിക്കുക. അപ്പോൾ അവന് 9.5 അടി കട്ടിലേക്ക് കിടക്കണമെങ്കിൽ അവൻ്റെ നീളം നമുക്ക് മനസ്സിലായല്ലോ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അവൻ്റെ ശരണം, നീ ഭയപ്പെടരുത്, ദൈവം നിന്റെ കൂടെ ഉണ്ട്. രോഗത്തെയോ ശാപത്തെയോ പ്രതികൂലത്തെയോ കടഭാരത്തെയോ നിരാശയോ
നീ ഭയപ്പെടരുത്. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാ. ഇന്ന് രാവിലെ ആരോടൊക്കെയോ ദൈവം തൊട്ടിടപെടുകയാ. നീ ഭയപ്പെടരുത്. നിന്റെ പക്ഷത്ത് ദൈവമുണ്ട്. യഹോവ നിന്റെ പക്ഷത്തുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ ആരാധിക്കട്ടെ. യഹോവ നിന്റെ പക്ഷത്തുണ്ട്. ഇത് പറഞ്ഞപ്പോൾ ജനത്തിന്റെ പ്രതികരണം 10-ാമത്തെ വാക്യം. ആ 10 പേരെ എതിരായി പറഞ്ഞപ്പോൾ ജനമെല്ലാം കൂടെ 14-ന്റെ 1-ാമത്തെ വാക്യം. ജനം ആ രാത്രി മുഴുവൻ കരഞ്ഞു. കരഞ്ഞോരെ ഒന്ന് ധൈര്യപ്പെടുത്താൻ വേണ്ടിയിട്ട് 2 പേര് എഴുന്നേറ്റ് നല്ല കാര്യം പറഞ്ഞപ്പോൾ ഈ കരഞ്ഞ മുഴുവൻ പുള്ളികളും കൂടെ ആർക്കെതിരെ കല്ലെടുത്തു? യോശുവയ്ക്കും കാലേബിനുമെതിരെ കല്ലെടുത്തു. നീ ദൈവത്തിന്റെ ഭാഗത്ത് നിന്നാ മതി. ദൈവത്തിന്റെ ഭാഗത്ത് നിൽക്കുമ്പോൾ ജനമെല്ലാം കൂടെ എന്ന് പറഞ്ഞാൽ എത്ര ലക്ഷം പേരുണ്ടോ? 600,000 പുരുഷന്മാരാ. പിന്നെ എല്ലാം കൂടെ കൂട്ടുമ്പോൾ ഒരു 30 ലക്ഷം. 30 ലക്ഷം പേരും കൂടെ 2 കൈയിലും കൂടെ 60 ലക്ഷം കല്ലെടുത്താലും നീ പേടിക്കല്ല്. യഹോവ നിന്റെ മുമ്പിൽ തേജസ്സോടെ പ്രത്യക്ഷപ്പെടും. നല്ല സ്തോത്രം പറയണം. നീ ഒറ്റയ്ക്കാന്ന് ധരിക്കരുത്. നീ ദൈവത്തിന്റെ ഭാഗത്തു നിന്നാൽ നിനക്ക് വേണ്ടി സ്വർഗമിറങ്ങി വരും. സ്വർഗമിറങ്ങി വരും. ഇന്ന് രാവിലെ വിശ്വസിക്കുന്നവർ മാത്രമേ ആരാധിക്കാവുള്ളൂ. നിനക്ക് വേണ്ടി ഇന്ന് പകൽ തേജസ്സോടെ നമ്മൾ ഈ റോമാലേഖനം 8-ാം അധ്യായം വായിക്കുമ്പോഴേ അതിൻ്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ദൈവമക്കളും സ്വാതന്ത്ര്യം പ്രാപിച്ചവരാ. ഏതിൽ നിന്ന്? മരണത്തിൻ്റെയും പാപത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന്. അപ്പൊ ഇന്ന് രാവിലെ നമ്മുടെ ഉള്ളിൽ ആ മരണഭീതി അങ്ങ് മാറണം. പ്രൈസ് ദി ലോർഡ്. നിന്നെ അലട്ടുന്ന ഭീതി വരുത്തുന്ന ചിന്തകൾ ഈ രാവിലെ അകറ്റിയിട്ട് പറഞ്ഞ എൻ്റെ മേലുള്ളത് ക്രിസ്തുവിൻ്റെ ആത്മാവാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉള്ളത് കൊണ്ട് ഞാൻ ക്രിസ്തുവിൽ സ്വതന്ത്രനാ. എത്ര പേര് രാവിലെ വിശ്വസിക്കാൻ തയ്യാറുണ്ട്? കർത്താവിൻ്റെ ആത്മാവിൻ്റെ സ്വാതന്ത്ര്യം ആരാധനയിൽ നീ അനുഭവിക്കണം. പ്രൈസ് ദി ലോർഡ്. നീ എന്തിനെങ്കിലും കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെട്ട് ടെൻഷൻ പിടിച്ച ഭീതിയോടെ ഇവിടെ നിന്നില്ലാത്ത പ്രഷറും കൂടി കൊളസ്ട്രോളും കൂടി നീ പിന്നെയും ഒരു രോഗിയായി മാറാതെ ഇന്ന് രാവിലെ ഒന്ന് വിശ്വസിച്ച് പറ, ക്രിസ്തു തൻ്റെ ആത്മാവിനാൽ മരണത്തിൻ്റെയും പാപത്തിൻ്റെയും ശക്തിയിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുകയാ. ഉറപ്പുള്ളവര് സ്വാതന്ത്ര്യത്തോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ജഡത്താലുള്ള ബലഹീനത അടുത്തത് ആത്മാവിനെ അനുസരിച്ചു നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിയാകും. ഇന്ന് രാവിലെ നിവർത്തിയാകുമെന്ന് നീ വിശ്വസിക്കണം. പക്ഷെ ആരെ അനുസരിച്ച് നടക്കണം? ക്രിസ്തുവിൻ്റെ ആത്മാവിനെ അനുസരിച്ച് നമ്മൾ നടക്കണം. അടുത്ത വാക്യം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെ നയിക്കുന്നത് ജഡമാണോ ആത്മാവാണോ? ജഡസ്വഭാവമുള്ളവൻ എപ്പോഴും ജഡത്തിൻ്റെ കാര്യം ചിന്തിച്ചു നടക്കും. അവൻ ആരെങ്കിലും വിളിച്ചാൽ, ആരോടെങ്കിലും സംസാരിച്ചാൽ, ആരുടെയും വീട്ടിൽ ചെന്നാൽ എല്ലാം പറയാനുള്ള ജഡത്തിൻ്റെ കാര്യവും ജഡത്തിൻ്റെ പ്രവൃത്തിയുമാ. പക്ഷെ നിന്നെ നടത്തുന്നത് ആത്മാവാ. നീ പറയുന്നതെല്ലാം ആത്മാവിൻ്റെ കാര്യങ്ങളായിരിക്കണം. ആരാധനയ്ക്ക് നമ്മെ കൊണ്ടുവരേണ്ടത് ആത്മാവായിരിക്കണം. ആരാധനയിൽ വന്നാൽ നിന്നെ നയിക്കുന്നത് ആത്മാവായിരിക്കണം.
നീ ഒരു സ്തോത്രം പറയുന്നെങ്കിൽ ആത്മാവിലായിരിക്കണം. നീ ഒരു പാട്ട് പാടുന്നെങ്കിൽ ആത്മാവിലായിരിക്കണം. നീ ഒരു സങ്കീർത്തനം ധ്യാനിക്കുന്നെങ്കിൽ ആത്മാവിലായിരിക്കണം. ആത്മാവിൻ്റെ സ്വാതന്ത്ര്യമുള്ളവന് ആത്മാവിൽ ജയമെടുക്കാൻ കഴിയും. സഭയുടെ ആരാധനയെല്ലാം നിയന്ത്രിക്കേണ്ടത് ജഡമല്ല, ജഡമനുഷ്യനുമല്ല, എല്ലാം ആത്മാവാ. പ്രൈസ് ദി ലോർഡ്. വായിച്ചേ, വേഗം വായിച്ചേ. ജഡത്തിന്റെ ചിന്ത മരണം. ഓ, ആത്മാവിന്റെ ചിന്ത ജീവനും സമാധാനവും. സമാധാനമുള്ളവരൊക്കെ ഒരല്ലുലിയെ പറഞ്ഞു. നിനക്ക് തന്ന സമാധാനം ദൈവത്തിൻ്റെ. നീ ദൈവാത്മാവിൽ നടക്കുന്നു എന്നതിൻ്റെ തെളിവാണ് നീ അനുഭവിക്കുന്ന സമാധാനം. പ്രശ്നമില്ലെന്ന് ഞാൻ പറഞ്ഞില്ല, പ്രശ്നം എല്ലാവർക്കും ഉണ്ട്. ഏറ്റക്കുറച്ചിലുണ്ടെന്നേ ഉള്ളൂ. ചിലർക്ക് കൂടുതലോ ചിലർക്ക് കുറവോ. പക്ഷെ എത്ര പ്രശ്നമുണ്ടെങ്കിലും അതിൻ്റെ നടുവിൽ നീ അനുഭവിക്കുന്ന ഒരു ദൈവിക സമാധാനമുണ്ട്. ആ സമാധാനം ആത്മാവ് നൽകിയ ദാനമാ. ചേർന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. അതേ, മറ്റുള്ളവർക്ക് മരണത്തിൻ്റെ ഭീതിയാണ്. മരണത്തിൻ്റെ ഭീതിയാണ്. നമുക്ക് സുരക്ഷിതമായിട്ട് വീട്ടിൽ പോലും ഇരിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ ഏത് സമയത്തും വരുന്നോ കമ്പിവടിയും കൊണ്ടാണോ പിച്ചാത്തിയും കൊണ്ടാണോ ഒന്നും അറിയത്തില്ലാതെ ഒരു കാരണവും വേണ്ട. നീ ആർക്കും ഒന്നും കൊടുക്കാനുമില്ല, നിനക്കാരും ഒന്നും തരാനുമില്ല, ആരുമായിട്ട് നിനക്ക് വ്യക്തിപരാക്കുമൊന്നും ഇല്ലെങ്കിലും ഏത് സമയത്താണ് ഇവന്മാർ വ്യാജ് കയറി വരുന്നത് നമുക്ക് അറിയത്തില്ലാത്തൊരു സ്ഥിതിയാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിന് ഗേറ്റും പൂട്ടി പോലീസിനെ കാവലുമാക്കി സെക്യൂരിറ്റി നിർത്തിയാലും തട്ടണ്ടിയോനെ അവൻ വന്ന് തട്ടിയിട്ട് പോകും. ഹല്ലേലൂയ. അത്ര വല്ലാത്തൊരു ലോകത്ത് നീ ജീവിക്കുമ്പോൾ നിന്റെ പ്രൊട്ടക്ഷൻ നീ കർത്താവിനെ ഏൽപ്പിക്കണം. നിന്റെ കുടുംബത്തിൻ്റെ സുരക്ഷിതത്വവും നിന്റെ തലമുറയുടെ സുരക്ഷിതത്വവും നീ ഇന്ന് രാവിലെ കർത്താവിന് കൈമാറണം. സന്തോഷമുണ്ട്, സ്തോത്രം പറഞ്ഞാട്ട്. നിന്റെ മിടുക്കുകൊണ്ടാണ് എന്തെങ്കിലും നടക്കുന്നതെന്നുള്ള ചിന്ത മാറിയിട്ട് എന്നെ ഓരോ നിമിഷവും എൻ്റെ ദൈവമാണ് നടത്തുന്നത്, എൻ്റെ പരിപാലകൻ ദൈവമാണ്. ഒരു സ്തോത്രം പറഞ്ഞേ. എൻ്റെ പരിപാലകൻ മയങ്ങുന്നില്ല, എൻ്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല. അവൻ ഉറങ്ങാതെ മയങ്ങാതെ എന്നെ പരിപാലിക്കുന്ന ഒരു ഇസ്രായേലിന്റെ ദൈവം എൻ്റെ ദൈവമാണെന്ന് ഉറപ്പുള്ളവന് ഇന്ന് പകൽക്കാലം ആത്മാവിന്റെ സമാധാനം അനുഭവിക്കണം. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ. ആ ആ ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല. ആ ആ ഉറപ്പാണ്. നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവം ഉള്ളവരത്രേ. അടുത്ത വാക്യം. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ. അപ്പൊ സഭയ്ക്കകത്ത് 1000 പേര് വന്നാൽ മെഗാ ചർച്ച ആകുമെന്നേ ഉള്ളൂ. പക്ഷെ അകത്ത് വന്നവന് ക്രിസ്തുവിൻ്റെ ആത്മാവില്ലെങ്കിൽ അവൻ ക്രിസ്തുവിനുള്ളവനല്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഇവിടെ എത്ര പേര് വന്നെന്നുള്ളതല്ല വിഷയം, വന്നവന് ക്രിസ്തുവിൻ്റെ ആത്മാവുണ്ടോന്ന വിഷയം. നിങ്ങൾ തന്നെ ശോധന ചെയ്യണം. എന്നെ നയിക്കുന്നത് മനുഷ്യാത്മാവല്ല, ജഡസ്വഭാവമല്ല, മറ്റേതെങ്കിലും ഒരു ലീഡറല്ല. എൻ്റെ ലീഡർ യേശുവാണ്, എൻ്റെ നയിക്കുന്ന ആത്മാവ് പരിശുദ്ധാത്മാവാണ് എന്നുള്ള ബോധ്യം നിനക്കുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. അടുത്ത വാക്യം. ക്രിസ്തു നിങ്ങൾ ഉണ്ടെങ്കിലോ. ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. ആ ആ ആ വസിക്കുന്നു എങ്കിൽ ആ ആ ആ ഉയർത്തെഴുന്നേൽപ്പ് നടക്കണേ. ഉയർത്തെഴുന്നേൽപ്പ് നടക്കണമെങ്കിൽ അതിന് വച്ചേക്കുന്ന കണ്ടീഷൻ ക്രിസ്തുവിൻ്റെ ആത്മാവ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ ആ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. അപ്പോൾ കല്ലറയിൽ നിന്ന്, പൊടിയിൽ നിന്ന് നീ എഴുന്നേറ്റ് വരണമെങ്കിൽ വെക്കുമ്പോൾ നീ ആത്മാവുള്ളവനായിരിക്കണം.
പ്രൈസലോ. നമ്മുടെ ധാരണ പാട്ട് ക്ലൈമാക്സിൽ എത്തുമ്പോൾ രണ്ട് മുറിയന്യ ഭാഷ പറയാൻ ആത്മാവല്ല. നിന്നെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് കർത്താവിൻ്റെ മണവാട്ടിയായി കൊണ്ടുപോകണമെങ്കിൽ നിന്റെ മേൽ കർത്താവിൻ്റെ ആത്മാവുണ്ടായിരിക്കണം. മനസ്സിലാകുന്നവർ മാത്രം ദൈവത്തെ ആരാധിക്കട്ടെ. നിന്നെ നയിക്കുന്നത് ആത്മാവായിരിക്കണം. ആത്മാവിന് വിരോധമായ ഒരു കൂട്ടുകെട്ട് നിനക്കുണ്ടാകല്ലേ. ആത്മാവിന് വിരോധമായ ഒരു ഉപദേശവും നീ കൈക്കൊള്ളല്ലേ. ആത്മാവിനെ വേദനിപ്പിക്കുന്ന ഒന്നിലും നീ ഇടപെടരുത്. നീ എപ്പോഴും ആത്മാവിനോട് കൂടെ ആയിരിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ്, ക്രിസ്തുവിൻ്റെ ആത്മാവ്, ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവ് നിന്റെ മർത്യശരീരത്തിൽ തന്നിരിക്കുന്നത് ഇപ്പൊ തൽക്കാലം പാട്ടുപാടി ആരാധിക്കാൻ മാത്രമല്ല. നീ മരിച്ച് മൺമറഞ്ഞ് പൊടിയോട് ചേർന്ന് പോയാലും അല്ലെങ്കിൽ കാഹളം ധരിക്കുമ്പോൾ ആ ആത്മാവ്, നിങ്ങളിൽ വസിക്കുന്ന ആ ആത്മാവ് നിങ്ങളെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുമെന്ന് രാവിലെ പ്രത്യാശയുള്ളവര് മൗനമായിരിക്കാതെ അല്പനിമിഷങ്ങൾ ഒരു ഉയർപ്പിന്റെ സുദിനത്തെ കണ്ടുകൊണ്ട് ഹല്ലേലൂയ. ഞാൻ വിവരിക്കുന്നില്ല. ആകയാൽ സഹോദരന്മാരെ, എങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനെ തന്നിരിക്കുന്നത് ആത്മാവിനാൽ ശരീരത്തിൻ്റെ ജഡത്തിൻ്റെ പ്രവൃത്തികളെ നീ എന്ത് ചെയ്യണം? മരിപ്പിക്കണം. ഓരോ ദിവസവും ഞാൻ ദിവസേന മരിക്കുന്നുവെന്ന് പൗലോസ് ഓർപ്പിക്കുകയുണ്ടായി. അങ്ങനെയെങ്കിൽ ഓരോ ആരാധനയിലും നമ്മളെ ജഡമനുഷ്യൻ മരിക്കുകയാണ്. ഓരോ പ്രാർത്ഥനയിലും നമ്മുടെ ജഡമനുഷ്യൻ മരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പേരിൽ അങ്ങനെ മരിച്ചാൽ നിങ്ങളിലെ കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളെ ജീവിപ്പിക്കും. അടുത്ത വാക്യം വായിച്ചു. അല്ലാത്തവരോ? നിങ്ങൾ പറഞ്ഞാട്ട് ദൈവാത്മാവ് നടത്തുന്നവനെല്ലാം ദൈവത്തിൻ്റെ മക്കളാകും. ദൈവമക്കളാകാൻ എന്ത് ചെയ്യണം? ഒന്ന്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. ദൈവമക്കളായവർ ആ മക്കളെന്ന പദവി നിലനിൽക്കണമെങ്കിൽ രണ്ടാമത്തെ കാര്യം, അവനിൽ എന്തോ വേണം? ദൈവത്തിൻ്റെ ആത്മാവ് വേണം. ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നവൻ ദൈവത്തിൻ്റെ മക്കളാകുന്നു. അടുത്ത വാക്യം വായിച്ചേ. നീ പറവോന്യ അടിമത്തത്തിൻ്റെ ചങ്ങലയിലല്ല, നീ ഇന്ന് പകലക്കാലം ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല. മുഖത്തോട്ട് നോക്കിയിട്ട് അപ്പാ പിതാവേ, ഒരു സ്തോത്രം എല്ലാവരും പറയണം. ഇന്ന് രാവിലെ നീ ഭയപ്പെട്ടാൽ ഇരിക്കേണ്ടത് അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ ഇന്ന് രാവിലെ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചവര് ധൈര്യത്തോടെ പറ, എൻ്റെ മേൽ പുത്രത്വത്തിൻ്റെ ആത്മാവ് ഉള്ളിടത്തോളം, കാൽവറിയിൽ ശത്രുവിൻ്റെ തലയെ തകർത്തവൻ്റെ ആത്മാവ് എന്നിൽ ഉള്ളിടത്തോളം എനിക്ക് ഈ ഉലകത്തിലെ പൈശാചിക പോരുകളെ ഭയപ്പെടേണ്ടതില്ല എന്നിന്ന് രാവിലെ ധൈര്യത്തോടെ പറയുവാൻ കരുത്തുള്ളവര്. ഹല്ലേലൂയ. സമയമില്ലെങ്കിൽ ഒന്ന് രണ്ട് വാക്യം വേഗം വായിച്ചു. അപ്പൊ നമ്മുടെ ആത്മാവിനോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയണം. നമ്മൾ രണ്ട് ആത്മാവുണ്ട്. ഒന്ന് നമ്മുടെ ആത്മാവ്, രണ്ട് ദൈവത്തിൻ്റെ ആത്മാവ്. നമ്മുടെ ആത്മാവിനോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയണം, നീ ആരാണ്? ദൈവമക്കളാ. ഒന്ന് പറഞ്ഞേ, ഞാൻ ആരാ? ദൈവമക്കളാ. ആ ദൈവമക്കളാന്ന് പറയുമ്പോഴാണ് ശത്രുപാളയങ്ങൾ ഭയപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എന്തിനാ ലോകത്തിലേക്ക് വന്നത്? പൗലോസ് അടുത്ത് പറഞ്ഞു, വേഗത്തിൽ നിങ്ങളുടെ ശത്രുവിനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ച് കളയും. വാസ്തവത്തിൽ അത് കാൽവറി നടന്നില്ലേ? എന്തുവാ കാൽവറി നടന്നത്? സർപ്പത്തോട് പറഞ്ഞു, സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും. അത് ഉൽപ്പത്തി 3:16 പറഞ്ഞ വാഗ്ദത്തമാണ്. ആ വാഗ്ദത്തം കാൽവറി നിവർത്തിച്ചു.
അവൻ്റെ തലയെ തകർത്തു. കാൽവറിയിൽ ജയോത്സവം കൊണ്ടാടി. ജയോത്സവം കൊണ്ടാടിയ നമ്മുടെ ഉള്ളിലെ ജയം, നമ്മുടെ യേശു അവൻ്റെ തലയെ തകർത്തു. പക്ഷെ അവൻ ഇന്നും തലയില്ലെങ്കിലും ബാക്കി ഭാഗം കൊണ്ട് നമ്മളെ വിറപ്പിക്കുമ്പോൾ, നീ മുഴങ്കാലിൽ നിന്ന് ആരാധിക്കുമ്പോൾ മുട്ടിന് കീഴേ അവൻ്റെ ബാക്കി ഭാഗങ്ങൾ ചതയണം. ഇന്ന് രാവിലത്തെ ആരാധനയിൽ പ്രതിയോഗിയായി നിന്റെ ആത്മീക മനുഷ്യനെ ഉയരാൻ കഴിയാതെ ഒതുക്കി നിർത്തിയിരിക്കുന്ന ജഡമണ്ഡലങ്ങളുടെ മേൽ ആത്മാവിൻ്റെ കരുത്തോടെ ജയമെടുക്കേണ്ടതിന് നീ ഇന്ന് രാവിലെ ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം വളരെ ഗൗരവമാണ്. അടുത്ത വാക്യം അത്ര ശക്തമായ വാക്യമാണ്. നാം മക്കളാണെങ്കിൽ ആരാണ്? അവകാശികളാ. ചോദിച്ചു മേടിക്കണം. അവകാശങ്ങളെ ചോദിച്ച് മേടിക്കണം. അക്സ ഒരു ദിവസം കല്യാണം കഴിഞ്ഞ് പോയിട്ട് മടങ്ങി വന്ന് അപ്പനോടൊരു കാര്യം പറഞ്ഞ, അപ്പ നീ എന്നെ അയച്ചത് തെക്കേ ദേശത്തേക്കാണ്. അവിടെ വെള്ളമൊന്നുമില്ല. കിണർ കുഴിച്ചാലും കുഴൽക്കിണർ കുഴിച്ചാലും അവിടെ നിന്നില്ല, വെള്ളമില്ല. അതുകൊണ്ട് എനിക്കൊരു അനുഗ്രഹം കൂടെ തരണം. എന്താ വേണ്ടത്? എനിക്ക് വെള്ളമുള്ള സ്ഥലം കൂടെ തരണം. നിരവധി നീരോട്ടമുള്ള സ്ഥലം എന്ത് ചെയ്തു? അപ്പം ചില അവകാശങ്ങൾ അക്സയാരാ? മകളായതുകൊണ്ട് അപ്പനോട് പറഞ്ഞു, എനിക്ക് കല്യാണം കഴിച്ച് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അയച്ചേക്കുന്ന എങ്ങോട്ടാണ്? വരൾച്ചയുള്ള സ്ഥലത്തേക്കാണ്. എത്ര കുഴിച്ചാലും ഒരു നന്മയുടെ ഉറവ കാണാൻ കഴിയാത്ത വരൾച്ച ഉള്ളിടത്ത്. അതുകൊണ്ട് എനിക്ക് എന്തുകൂടെ വേണം? മക്കളായതുകൊണ്ട് അപ്പൻ എന്തു കൊടുത്തു? നീരുറവകളെ. ഒരു സ്തോത്രം പറഞ്ഞേ. ഇന്ന് രാവിലെ മക്കളാണെങ്കിൽ അവകാശം നിന്റെ മക്കൾക്കുള്ളതാ. അതുകൊണ്ട് നീ ചോദിച്ച് മേടിക്കണം. ആത്മാവില്ലാത്തവൻ മക്കളല്ല, ആത്മാവുള്ളവൻ മക്കളാണ്. മക്കളാണെങ്കിൽ അവകാശങ്ങളെ ചോദിച്ച് മേടിക്കുമ്പോൾ ക്രിസ്തുയേശുവിലെ കൂട്ടവകാശം നിന്റെ കൂടാരത്തിൽ വെളിപ്പെടും. വിശ്വസിക്കുന്നവർ മാത്രമേ രാവിലെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. എന്നിട്ട് പറയുകയാണ്, യേശു ക്രിസ്തുവിൻ്റെ തേജസ്. നല്ല ഹല്ലേലൂയ പറയണം. ഇവിടെ ചെറിയ കഷ്ടങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാ രോഗവും മാറത്തില്ല കേട്ടോ. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കാൻ. 2 പേരെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ഏലിയാവ് ചെയ്തതിൻ്റെ ഇരട്ടി അത്ഭുതങ്ങൾ ചെയ്ത വലിയ മനുഷ്യൻ രോഗിയായിട്ടാണ് മരിച്ചേ. ഏലിശ മരിച്ചു വീണ യൂത്തിക്കോസിനെ ജീവനോടെ എഴുന്നേൽപ്പിച്ച് നിരവധി രോഗികളെ സൗഖ്യമാക്കിയ പൗലോസ് രോഗിയായിരുന്നു മരിക്കുന്നതിനും വരെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പം എല്ലാവരും എല്ലാ രോഗത്തിനും എന്ത് ചെയ്യത്തില്ല? വിടുതൽ പ്രാപിക്കത്തില്ല. അതൊക്കെ ദൈവത്തിൻ്റെ ഹിതമാണ്. പക്ഷെ ദൈവം അനുവദിക്കാതെ ദൈവമക്കൾ ഒന്നും വരത്തില്ല. രോഗിയായിട്ടാണ് മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ. ആ രോഗം കൊണ്ട് മരിക്കുന്നത് ഈ ദേഹമേ ഉള്ളൂ. ഈ ദേഹത്തെ കൊല്ലുന്ന ഒന്നിനെ നീ പേടിക്കണ്ട. ഇന്ന് പകൽക്കാലം ദേഹത്തെയും ദേഹിയെയും കൊല്ലുന്നവനെയാ. ദേഹി ആരോഗ്യത്തോടെയാണെങ്കിൽ ദേഹത്തെ കൊല്ലുന്നതിനെ ഭയപ്പെടുവേ വേണ്ട. നല്ല ഹല്ലേലൂയ പറയണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവത്തെ നന്ദിയോടെ. പ്രവാചക വര്യന്മാരിൽ പലരും മാരകമായ കടുത്ത രോഗങ്ങളോടെയാണ് മരിച്ചത്. സൗഖ്യമാക്കാൻ കർത്താവിനെ കൊണ്ട് കഴിയത്തില്ലായിരുന്നു. കർത്താവിൻ്റെ കൈ ഉറുകിപ്പോയോ? പക്ഷേ അവൻ അങ്ങനെ മരിക്കട്ടെ ദൈവ നിശ്ചയമാണ്. അതൊന്നും അല്ല നമ്മൾ പേടിക്കേണ്ടത്. പക്ഷേ നമ്മളിപ്പോൾ പകല് കാണേണ്ടത്, എന്നിലൊരു തേജസ് വെളിപ്പെടും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ ഈ ക്ഷീണം മാറി, രോഗം മാറി, കഷ്ടത മാറി, ഒരു തേജസ് എന്നിൽ വെളിപ്പെടും. എന്നിൽ വെളിപ്പെടുവാൻ പോകുന്ന തേജസ് വിചാരിച്ചാൽ, ഇന്ന് രാവിലെ ആരാധനയ്ക്ക് വന്നിട്ട് ഏതെങ്കിലും ദോഷമല്ല വിചാരിക്കേണ്ടത്, മറ്റുള്ളവനെ ഉപദ്രവിക്കുന്നതല്ല വിചാരിക്കേണ്ടത്, ഒരാൾക്ക് പാര വെക്കുന്നതല്ല വിചാരിക്കേണ്ടത്. തേജസ് വിചാരിക്കണം. തേജസ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. എന്നിൽ വെളിപ്പെടുവാൻ പോകുന്ന തേജസ് വിചാരിച്ചാൽ. ഹല്ലേലൂയ. തേജസ് വിചാരിക്കുമ്പോൾ നീ അറിയാതെ പറയും, തേജസ്സിൽ
യേശുവിൻ്റെ പൊന്മുഖം ഞാൻ കാണും, കാലമേറ്റം ആസന്നമേ എന്ന് പ്രത്യാശയോടെ പാടണമെങ്കിൽ നീ തേജസ്സിൽ ആലയത്തിൽ രാവിലെ വെളിപ്പെടേണ്ട ദൈവത്തിൻ്റെ തേജസ്സാ, നിന്റെ മേൽ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ തേജസ്സാ. നീ ആരാധിക്കുന്നത് ആ തേജസ്സിനകത്ത് ഇരുന്നുകൊണ്ട് വേണം. അല്ലെ എന്താ ചിന്തിക്കേണ്ടത്? രാവിലെ തോറും അവൻ്റെ ദയ, രാത്രി തോറും അവൻ്റെ വിശ്വസ്തത, അവൻ്റെ പ്രവൃത്തികൾ എത്രയോ അത്ഭുതമാണ്. എൻ്റെ ജനമായ ഇസ്രായേലോ അത് മറന്നു കളഞ്ഞു, അവരത് നിരസിച്ചു, അവരെണ്ണു മത്സരിച്ചു. എന്നാൽ രണ്ടുപേര് മറ്റൊരു ഹൃദയമുള്ളവര് ചേർന്നു നിന്നതുകൊണ്ട് അവരെ ദൈവം അനുഗ്രഹിച്ചെങ്കിൽ ഇന്ന് പകൽ നീ യോശുവ പറഞ്ഞത് പറ, ആരെന്ത് പറയട്ടെ, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും എന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഓ, യുദ്ധത്തിന്റെ കെടുതിയിൽ കൂടെ വന്ന ചിലര് പേര് അപ്രതീക്ഷിതമായി മരിച്ചത് അവരുടെ ഇടയിൽ ഒരുത്തൻ ആ എടുക്കരുതെന്ന് പറഞ്ഞ വസ്തു എടുത്തു കൊണ്ടുപോയി കുടിച്ചിട്ടുകൊണ്ടാണെന്നൊക്കെ അറിയാൻ കുറെ താമസിച്ചു. പക്ഷേ യോശുവ പോയി വലിയ ദുഃഖത്തോടെ കിടന്ന് വിട്ടെന്ത് ചെയ്തു? കരഞ്ഞു, നിലത്ത് വീണ് കവിട് വീണ് കരഞ്ഞപ്പോൾ ഊരിപ്പിടിച്ച വാളുമായി ഒരു ദൂതൻ പ്രത്യക്ഷപ്പെടുന്നു. കണ്ട യോശുവ ഭയപ്പെട്ടു പോയി. ഇവൻ വിചാരിച്ചു ആ കൂടെ പോയവന്മാരെ എല്ലാം കൂടെ കൊന്ന ഏതേലും പട്ടാളക്കാരനാ വന്നെന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചു, നീ ആരാന്ന് ചോദിച്ചു. ഉടനെ പറയുകയാണ്, ഞാൻ സൈന്യങ്ങളുടെ യഹോവയുടെ അടുക്കൽ നിന്ന് വരുന്ന അധിപതിയായ ഒരു സ്വത്രം പറഞ്ഞേ. നീ ഒറ്റപ്പെടുമ്പോൾ നിന്റെ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽക്കുമ്പോൾ, നീ തകരുമ്പോൾ, നീ കവിണ് വീണ് കരയുമ്പോൾ സ്വർഗം അടങ്ങിയിരിക്കത്തില്ല. നിനക്ക് വേണ്ടി മരുഭൂമിയിൽ ഒരു വീരനെ പോലെ ഇറങ്ങി വരുന്ന ഒരു ദൈവം നിനക്കുണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവർ മാത്രം ആ കരമൊന്ന് ചേർത്തടിച്ച് ഈ പകൽ ദൈവത്തെ ആരാധിച്ച് നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തട്ടെ. പ്രിയമുള്ളവരെ, രാവിലെ തോറും അവൻ്റെ ദയ, രാത്രി തോറും അവൻ്റെ വിശ്വസ്തതയും വർണ്ണിക്കണം. ആരോട് വർണ്ണിക്കും? നിന്റെ വീട്ടിലുള്ള നിന്റെ ഭാര്യയോ, നിന്റെ ഭർത്താവിനോട്, നിന്റെ മക്കളോട്, നിന്റെ മരുമക്കളോട്, നിന്റെ കൊച്ചുമക്കളോട്, നിന്റെ സ്നേഹിതരല്ലോ അവരോട് പറയണം, എൻ്റെ കുഞ്ഞെ, എൻ്റെ ദൈവത്തിൻ്റെ ദയ എത്ര വലുതാണെന്നറിയാമോ? എൻ്റെ ദൈവത്തിൻ്റെ വിശ്വസ്തത എത്ര വലുതാണെന്നറിയാമോ? ആ വിശ്വസ്തത കൊണ്ട് ഞാൻ നിൽക്കുന്നതെന്ന് നിന്റെ വായിന്ന് വർണ്ണിക്കണം. അത് വർണ്ണിക്കുമ്പോൾ മക്കൾ പാടും, വർണ്ണിച്ചിടാൻ എനിക്കെൻ്റെ നാവു പോരായേ, എന്നെ തീർത്തിടാമോ അവൻ ചെയ്യും. ഓ, വർണ്ണിച്ചിടാൻ എനിക്കെന്റെ നാവ് പോരായേ, തുതിച്ചിടുന്നേ ആനന്ദ ഹസ്തങ്ങളെ ഉയർത്തി, ആയിരമാ സ്തുതിച്ചിടുന്നേ ഹസ്തങ്ങളെ ഉയർത്തി, വാഴ്ത്തി സ്തുതിക്കുമെന്ന് ഞാനെൻ്റെ താഴ്ചയിൽ കോർത്തൈശ്വരേ, വാഴ്ത്തി സ്തുതിക്കുമെന്ന് ഞാനെൻ്റെ താഴ്ചയിൽ കോർത്തൈശ്വരേ. ഓ ചേറ്റിടല്ലയോ കിടന്നതോർത്തു നോക്കിയ നാറ്റമല്ലയോ ജീവിതം. ഓ ചേറ്റിടല്ലയോ കിടന്നതോർത്തു നോക്കിയ നാറ്റമല്ലയോ ജീവിതം. മാറ്റിയല്ലോ എൻ ജീവിതത്തെ, മാറ്റമില്ലാത്തതിൻ്റെ കൃപയാ. മാറ്റിയല്ലോ എൻ ജീവിതത്തെ, മാറ്റമില്ലാത്തതിൻ്റെ കൃപയാ. വാഴ്ത്തി സ്തുതിക്കുമെന്ന് ഞാൻ താഴ്ചയിൽ ഓർത്തൈശ്വരേ, വാഴ്ത്തി സ്തുതിക്കുമെന്ന് ഞാൻ താഴ്ചയിൽ ഓർത്തൈശ്വരേ. ഓ പാപശാപരോഗമായി എന്റെ ഭീതിയാ
പ്രാപിക്കും നേരത്തിൽ സ്നേഹഹസ്തം നീട്ടിയെന്നെ തിരുരാജ്യത്തിലാക്കിയെന്നു. സ്നേഹഹസ്തം നീട്ടിയെന്നെ തിരുരാജ്യത്തിലാക്കിയെന്നു. വാഴ്ത്തി സ്തുതിക്കുവൻ ഞാൻ ഈശോയെ. വാഴ്ത്തി സ്തുതിക്കുവൻ ഞാൻ ഈശോയെ. പാപികൾ തേടി വന്ന യേശുരക്ഷകൻ പാപമില്ല ശുദ്ധർക്കായി വരുന്നേ. പാപികളെ തേടി വന്ന യേശുരക്ഷകൻ പാപമില്ല ശുദ്ധർക്കായി വരുന്നേ. വരവിന്ദിന അതിശയമേ വരവിൻ പ്രത്യാശ നിറഞ്ഞിടാമേ. വരവിന്ദിനം അതിശയമേ വരവിൻ പ്രത്യാശ നിറഞ്ഞിടാമേ. വാഴ്ത്തി സ്തുതിക്കും ഞാൻ ഈശോയെ. വാഴ്ത്തി സ്തുതിക്കും ഞാൻ ഈശോയെ. ഹല്ലേലൂയ. ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ല കർത്താവേ, ഞങ്ങൾ പ്രാപിച്ചിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ ഈ ഭൂമിയിൽ കഷ്ടങ്ങളുണ്ടെങ്കിലും വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചുകൊണ്ട് പൊന്മുഖത്തേക്ക് നോക്കി ധൈര്യത്തോടെ അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന സുപുത്രന്റെ ആത്മാവിനെ തന്നു ജയത്തോടെ ഞങ്ങളെ നടത്തേണ്ടതിനായി ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. ദൈവഭയം ഞങ്ങളുടെ ഉള്ളത്തിൽ നിറയുവാനും മനുഷ്യഭയം ഞങ്ങളുടെ ഉള്ളത്തിൽ നിന്ന് മാറുവാനും കർത്താവ് കൃപ ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സാഹചര്യങ്ങളെ നോക്കി ഭയപ്പെട്ട് മുൻപോട്ട് ജീവിക്കാനല്ല, ദൈവമുഖത്തേക്ക് നോക്കി ധൈര്യത്തോടെ മുൻപോട്ട് പോകുവാൻ കൃപ തരണമേ. അങ്ങയുടെ ജനത്തെ, ഓരോ കുടുംബങ്ങളെ, ഓരോ തലമുറകളെ യേശുവിൻ്റെ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ.